എന്നാണെങ്കിലും നീർക്കെട്ട് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും തറയിലേക്ക് ഡയറക്റ്റ് കിടക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു തുണി കമ്പോളം അല്ലെങ്കിൽ പായ് ഇതുപോലുള്ള സാധനങ്ങൾ വിരിച്ചിട്ടതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും ധ്യാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ട് പുറത്ത് പോലുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. കാരണം ഒരുപാട് തണുപ്പിടിച്ചിരിക്കാനും പാടില്ല. കുറെ സമയം നമ്മൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ വരുമ്പോഴും അതൊക്കെ കുറെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് ഞാനൊരു കണ്ണിന്റെ എക്സസൈസ് കൂടെ പഠിപ്പിച്ചു വിടാം കേട്ടോ. ആദ്യം കണ്ണിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെല്ലാവരും ശ്വാസം എടുത്തുവിട്ടേ, ദീർഘമായി ശ്വാസം എടുത്തേ. സാവധാനം സാവധാനം ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്, റിലാക്സ്, റിലാക്സ്. Deep inhale, slowly exhale. ശ്വാസം പോകുമ്പോൾ എന്തൊക്കെയോ ഇറങ്ങി പോകുന്നുണ്ട് അല്ലേ? ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ ഐബോളിനെ കൊടുക്കണം. അതെങ്ങനെയാണ്? ശ്വാസം എടുത്തോളൂ, ഇൻഹേൽ ചെയ്തുകൊണ്ട് വലത് സൈഡിലേക്ക് ഐബോൾ കൊടുക്കണം. നമ്മുടെ ഇങ്ങനെ കഴുത്തൊന്നും തിരിക്കണ്ട, നേരെ നിൽക്കുക. നേരെ നിന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഐബോൾ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ചുമ്മാ നോക്കുമല്ല, ആ ഐബോളിനെ നമ്മൾ ഉള്ളിലേക്ക് അങ്ങോട്ട് കേട്ടിട്ട് മറിക്കണ രീതിയിലേക്ക് അത് പ്രഷർ കൊടുക്കുക. ചെയ്ത് നോക്കിക്കുക. എങ്ങനെ? റൈറ്റ് സൈഡിലേക്ക് ബ്രീത്ത് ഇങ്ങനെ ഇങ്ങനെ പോകണം. ബ്രീത്ത് ഔട്ട് ലെഫ്റ്റ് സൈഡ്. അതുപോലെ തന്നെ ഐബോളിനെ ഒന്നിടവിൽ തള്ളി കയറ്റുക. ലെഫ്റ്റ് സൈഡ്. ഓക്കെ, breathe in right side, then breathe out left side, then right breathe in, then left breathe out, then right breathe in, then left breathe out. ഈ കണ്ണടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം കൈ രണ്ടും പാമിങ് ചെയ്യാം. കൈ പാമിങ് ചെയ്തിരിക്കുക. നന്നായിട്ട് പാമിങ് ചെയ്യാം. പാമിങ് ചെയ്തതിന് ശേഷം കൈയുടെ ചൂട് നമ്മുടെ കണ്ണിന് മുകളിലേക്ക്, രണ്ട് കണ്ണിന് മുകളിലേക്ക് വെക്കുക. ആ ചൂട് കണ്ണിന് മുകളിൽ ഉണ്ടാകട്ടെ. അവിടെ കൈയിലേക്ക് നോക്കി കണ്ണുകൾ ബ്ലിങ്ക് ചെയ്ത് മെല്ലെ ഓപ്പൺ ചെയ്യുക. കണ്ണുകൾ ചിമ്മി മെല്ലെ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനി ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. അതുപോലെ തന്നെ കണ്ണിനെ കൃഷ്ണമണിയെ നേരെ മുകളിലേക്ക് തള്ളി കയറ്റണം കേട്ടോ. ബ്രീത്ത് എടുത്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ താഴേക്ക് വരും. ഓക്കെ, അവിടെ നന്നായിട്ട് ശ്വാസം എടുക്കുക, ശ്വാസം വിളിക്കുക. വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കുക, സാവധാനം ശ്വാസം വിളിക്കുക. ഓക്കെ, ഇതിന്റെ മുകളിലേക്ക് എടുത്ത് എന്നാല് അടച്ചിരിക്കട്ടെ. കൈ രണ്ട് പാമ്പ് ചെയ്തതിന് ശേഷം കണ്ണിന് മുകളിൽ വെക്കുക. സൈഡിലേക്ക് നോക്കി ഇതിങ്ങനെ ക്ലോക്ക്വൈസ് ആയതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുക. ഡീപ്പിട്ട് എടുക്കുക. ആൻറ്റി ക്ലോക്ക്വൈസ് ആയതുകൊണ്ട് അതിനുശേഷം ഇങ്ങനെ ടാപ്പ് ചെയ്യും. രണ്ടാമത് ടാപ്പ് ചെയ്യും. 1 2 3 4 5 6 7 8 ചൂടുന്നുണ്ടോ അല്ലേ? അതിനൊക്കെ ഇതിനെ നന്നായിട്ട് ഇതൊരു വികന മെയിൻ സാധനമാണ്. അപ്പൊ ഇതിന് അതുപോലെ തന്നെ ബ്രീത്ത് നേരെ വരിക. ബ്രീത്ത് ഔട്ട് ചെയ്തോണ്ട് ലെഫ്റ്റ് സൈഡിൽ അതുപോലെ തന്നെ ഇവിടെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടെ. അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്തിട്ട് ശ്വാസം എടുത്ത് നേരെ വരിക. ഞാൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ വീണ്ടും ബ്രീത്ത് എടുത്ത് നേരെ വന്നു. ഞാൻ ബ്രീത്ത് ഔട്ട് ചെയ്തോണ്ട് ലെഫ്റ്റിലേക്ക് താഴേക്ക്. ഈ നമ്മുടെ ചിഹ്ന ചെസ്റ്റിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്യണം. താഴെ പ്രസ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തതിന് ശേഷം മാത്രം റിലീസ് ചെയ്യാമോ. ഇവിടെ ഇവിടെ എന്താ ഇരിക്കുന്നത്? ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് പ്രസ് ചെയ്ത് വരുന്നത് അല്ലേ? തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ തൈറോയ്ഡ് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ലെഗ്സിന്റെ എക്സസൈസ് നല്ലതാണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? ഇത് അപ്പ് ആൻഡ് ഡൗൺ തൈറോയ്ഡ് എടുക്കാം. ശ്വാസം എടുത്തുകൊണ്ട് ശ്രദ്ധിക്കാൻ. തൈറോയ്ഡ് ഉള്ളവര് മാക്സിമം ഇനി അതുപോലെ തന്നെ കഴിക്കുക. ഇങ്ങനെ എടുക്കണം. ഇവിടെ പ്രത്യേകം ഇങ്ങനെയാണ് കറക്റ്റ് എടുക്കുന്നത്. പ്രസ് ചെയ്യണം. ശരിക്കും പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ ഇത് കൊഴുപ്പും കുറയും. താഴെ കുറയാൻ നല്ലതാണ്.
ശരിക്കും ഫീൽ ചെയ്യണം. ഇവിടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല. കുറേ ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കാര്യത്തിനൊക്കെ അതെല്ലാം നല്ലതാണ്. ശരിക്കും തൈറോയ്ഡ് ഗ്ലാൻസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഈ മൂവ്മെന്റ് നല്ലതാണ്. നിങ്ങൾക്ക് കണ്ണുകൾ നന്നായിട്ട് ബ്ലിങ്ക് ചെയ്ത് നന്നായിട്ട് ബ്ലിങ്ക് ചെയ്ത് കയ്യിലേക്ക് നോക്കി മെല്ലെ ഓപ്പൺ ചെയ്യും. ഇത് നമ്മൾ 5 റൗണ്ട് ചെയ്യണം. റൈറ്റ് ലെഫ്റ്റ് ചെയ്യുമ്പോഴും 5 റൗണ്ട്, അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴും 5 റൗണ്ട് ആയിരിക്കണം. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് റൊട്ടേഷൻ ആണ്. ആദ്യം ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നന്നായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ബ്രീത്ത് എടുത്ത് വിട്ടുകൊണ്ടിരിക്കണം. അപ്പൊ തുടങ്ങാം. 1 2 3 4 5. ലെഫ്റ്റിലേക്ക് 1 2 3 4 5. കണ്ണടയ്ക്കുക. വീണ്ടും കൈ രണ്ടും പാമ്പ് ചെയ്യുക. പാമ്പ് ചെയ്തതിന് ശേഷം കൈക്ക് ചൂട് വന്നു. അതിനുശേഷം കണ്ണിന് മുകളിലേക്ക് വെക്കുക. വെച്ചിട്ട് ആ കണ്ണിലേക്ക് ഒരു അല്പം ചൂട് നൽകട്ടെ. അതിനുശേഷം മെല്ലെ കണ്ണുകൾ ബ്ലിങ്ക് ചെയ്ത് മെല്ലെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു സെഷൻ വരും. ഇനി നമ്മൾക്ക് പോകേണ്ടത് റൈറ്റ് കോർണർ ടു ലെഫ്റ്റ് കോർണർ ആണ്. മൈക്ക് പിടിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാണിച്ചു തരാം. കോർണർ റൈറ്റ് കോർണർ ലെഫ്റ്റ് കോർണർ നമ്മുടെ ഐബോൾ മാത്രം ഫോർ ടു ഫോർ കഴിക്കാൻ പാടുള്ളൂ. റൈറ്റ് കോർണർ exhale, right, inhale, exhale, left side, right, inhale, exhale, inhale, exhale, inhale, exhale. കണ്ണടയ്ക്കുക. കൈരണ്ട് വാങ്ങി ചെയ്യാം. വാങ്ങി ചെയ്തതിന് ശേഷം കണ്ണിന് മുകളിൽ വെക്കുക. ഞാൻ കൈലേക്ക് നോക്കി കണ്ണിന് ചെയ്ത് മെല്ലെ ഓപ്പൺ ചെയ്യാം. ഇനി ഓപ്പോസിറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് സെയിം തന്നെ. ഇൻസൈഡ് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ഇൻസൈഡ് ലെഫ്റ്റ് സൈഡ്, exhale, right side, exhale, right side, exhale, exhale. കണ്ണടയ്ക്കുക. കൈരണ്ട് വാങ്ങി ചെയ്യാം. വാങ്ങി ചെയ്തതിന് ശേഷം കണ്ണിന് മുകളിൽ വെക്കുക. കൈലേക്ക് നോക്കി കണ്ണുകൾ ബ്ലിങ്ക് ചെയ്ത് മെല്ലെ ഓപ്പൺ ചെയ്യും. ഇനി രണ്ടെണ്ണം കൂടെ പഠിച്ചു തരാം. 6 ആക്കി ഐബോൾ 6 ആക്കി കേട്ടോ. അതെ 6 ആക്കി ഐബോൾ വെച്ച് നോക്കിക്കേ. ഐബോൾ കൂടെ വരച്ച് നോക്കിക്കേ. ഇങ്ങനെ വരച്ച് നോക്കിക്കേ നിങ്ങൾ. എന്നിട്ട് അതേ രീതിയിൽ അത് വരക്കില്ലേ? കിട്ടിയില്ലല്ലോ. ഈ കണ്ണിച്ചോട് കൈകൊണ്ട് പമ്പ് ചെയ്തതിന് ശേഷം കണ്ണിന് മുകളിൽ വെക്കുക. കൈയിലേക്ക് നോക്കി കണ്ണിന് ചെയ്ത് മെല്ലെ ഓർക്കുക. ഇങ്ങനെ ലെഫ്റ്റ് ഫോർ, റൈറ്റ് 5, ലെഫ്റ്റ് 6. ഓക്കെ, ക്ലിയർ ചെയ്യണം. കണ്ണായി, ചെവിയായി, കാഴ്ചയായി അല്ലേ? നല്ല without shoulder, without chest, breathe in, breathe in, breathe in, and breathe out, breathe out, breathe out, breathe in, breathe in, breathe in, and breathe out, breathe out, breathe out, breathe in, and breathe out, breathe in, then breathe out. Maximum 10 rounds, കുറഞ്ഞാൽ ഒരു 5. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ സാധാരണ റൈറ്റ് ഷോൾഡറും ലെഫ്റ്റ് ഷോൾഡറും സെപ്പറേറ്റ് ആണ്. നമുക്ക് രണ്ട് ഒന്നിച്ച് തന്നെ ബോത്ത് ഷോൾഡർ നമ്മൾ ചെയ്യാം കേട്ടോ. പ്രോപ്പർലി പ്രൊട്ടക്ട്. അപ്പോൾ നിങ്ങൾ എന്തെടുക്കണം? ബ്രീത്ത് എടുത്ത് വിടാൻ മറക്കരുത്. ഷോൾഡർ ഉയർത്തിയിട്ട് 2 3 4 5. തിരിച്ച് 1 2 3 4 5. ഓക്കെ, ഷോൾഡർ വേണമെന്നില്ല.
അങ്ങനെയൊന്നുമല്ല ഒന്ന് നന്നായിട്ട് അണയണം. എന്നാല് ഈ ഷോൾഡറിന്റെ ഉള്ളിലൊക്കെ നീർച്ചറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചിലർക്ക് സ്റ്റിപ്പായിരിക്കും. ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മൂവ്മെന്റ് നമ്മുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ വീണ്ടും നമ്മളിലേക്ക് സെയിം സർക്കിൾ വീണ്ടും നമ്മൾ താഴെ പോവാം. എന്നിട്ട് കുറച്ച് ശ്വാസത്തിൽ മൂന്നിക്കോട്ടെ. വീണ്ടും പിടിച്ചോ സെയിം സർക്കിളിലേക്ക് വീണ്ടും പിടിച്ചിലേക്ക് നമുക്ക് ശ്വാസം നേരെ മുന്നേക്ക് വരിക. Then breathe out. Breathe in. Breathe out. Breathe in. Then breathe out. Then release ചെയ്തോ. ഇതൊക്കെ നടുവിനൊരു പ്രശ്നമില്ല. നിങ്ങൾ മനസ്സിലായില്ല? വെരി ഗുഡ്. ഇനി ഹിപ്പിലേക്ക് എടുക്കാം. നമുക്ക് ഹിപ്പ് മൂവ്മെന്റ്, ഹിപ്പ് റൊട്ടേഷൻ ചെയ്യാം. ഹിപ്പിൽ കെട്ടിയിടാൻ മറക്കരുത്. ഈ ഹിപ്പ് നമ്മുടെ ഈ കാലിന്റെ ഈ താഴെ ഇത് തമ്മില് ജോയിൻ ചെയ്യുന്ന ഒരു തല കടയിൽ തുടങ്ങുമ്പോൾ ആയിട്ടാണ് സാധനം. അതുപോലെ തന്നെ 3, 4, 5 ടീച്ചർ 1, 2, 3, 4 അത് തന്നെ മറക്കരുത്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അവിടെ വരെ എത്തിയതാണ് അല്ലേ? കണ്ടു തുടങ്ങി അരക്കെട്ട് വരിക. ഞങ്ങൾ വരുന്ന സ്ഥലം വീട്ടിൽ പോയിട്ട് ഇങ്ങനെയാണ് ഇതിലെ ദണ്ഡാസനമാണ് ഇതിലെ ദണ്ഡാസനം. ഇനി കാല് ചേർക്കണം. ഞാൻ ആദ്യം രണ്ടും എക്സസൈസ് ചെയ്തിട്ട് മാത്രം നമുക്ക് വല്ലാതെ ചെയ്യാം. കാലിത മുട്ടിങ്ങനെ മടക്കുക, നിവർത്തുക, മുട്ടും ഇങ്ങനെ മടക്കുക, നിവർത്തുക. പയ്യ അവിടെ ഒരു 10 റൗണ്ട് നിങ്ങൾ ചെയ്യണം. ഇനിതാ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ ഈ കാലം അതുപോലെ തന്നെ ഇങ്ങനെ തിരിക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെ ഒന്ന് പയ്യൊന്ന് കയറ്റി വെക്കുക. ഈ കാലം അതുപോലെ തന്നെ ഇങ്ങനെ കയറ്റുക. ആദ്യം ഭാഗികമായിട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ പെട്ടെന്ന് നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ മസിലുകൾക്കൊക്കെ വലിച്ചു ആദ്യം നിങ്ങൾ ഈ ഒരു കാലം മടക്കി അതിന്റെ ആ കാലം അതിന്റെ അടുത്ത കാലം മടക്കി. ഇതും ഒരു 10 റൗണ്ട് നിങ്ങൾ ചെയ്യണം. ആദ്യം ചെയ്ത എക്സസൈസുകൾ പോരാതെ ഈ എക്സസൈസ് 10 റൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ വജ്രാസനയിലേക്ക് ഇരിക്കാൻ പാടുള്ളൂ. അല്ല ആദ്യത്തെ ദിവസം ചാടി കയറി വജ്രാസനയിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരാണ് യോഗ നിർത്തേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ പൂർണ്ണ കാണിച്ചില്ല. ചെയ്യാം. എത്ര 4 എക്സസൈസ് കാലിനേരെ കാണിച്ചില്ലേ? ഓക്കെ, ആദ്യം വലത്, അതിനുശേഷം ഇടത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറ്റില്ല. അപ്പൊ ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം? ഓൾ ഓഫ് യു ആ എക്സസൈസുകൾ ചെയ്തിട്ട്
1 by 1 ആയിട്ട് ഏകപാദ വജ്രാസനം ഇരുന്ന് ദ്വിപാദ വജ്രാസനത്തിലേക്ക് വരിക. ഇങ്ങനെ ഇരിക്കാൻ പറ്റിയാൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഇരുത്തെന്ന് പറയുന്നത് ചില്ലറ സാധനമല്ല. വജ്രാസന ഈ ആസനയ്ക്ക് പറയുന്നത്. എന്തുകൊണ്ടാണ് വജ്രാസന എന്ന് പറയുന്നത്? വജ്രത്തിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും കാഠിന്യമുള്ളത് അല്ലേ? ഇങ്ങനെ ഇരിക്കണം. ശരിക്കും ഈ ഉപ്പുറ്റിയില് നമ്മളിങ്ങനെ ഇരിക്കണം. അപ്പൊ നിങ്ങൾ റിലീസ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. കാല് മടക്കി വജ്രാസനം ഇരുന്നതിന് ശേഷം കാല് റിലീസ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കണം. അപ്പൊ വജ്രാസന കാഠിന്യമുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ഡയമണ്ട് പോസ്റ്റർ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റിയോ? ഇല്ല. എല്ലാവർക്കും പറയും ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഡയബറ്റിക് പേഷ്യൻസ് ആണ്. എനിക്ക് ഷുഗർ ഉണ്ട് അല്ലെ? എല്ലാവരും പറയില്ലേ എന്തുകൊണ്ട് ഷുഗർ ഉണ്ടാകണേ? ഓക്കെ. ഭക്ഷണം ദഹിക്കാനുള്ള പ്രയാസം കുറവാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഏത് ഗ്ലാൻഡ് അവിടെ ഉള്ളത്? പാൻക്രിയാസ്. ആ പാൻക്രിയാസിന്റെ പ്രവർത്തനം കുറയുമ്പോൾ എന്ത് സാധനത്തിനാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ അല്ലെ? ഇൻസുലിന്റെ വേരിയേഷൻ ആണ് ഷുഗർ എന്ന രോഗം. രോഗമല്ലാതെ ലൈഫ് സ്റ്റൈലാണത്. രോഗം എന്ന് പറയാൻ പാടില്ല അതിന് അല്ലേ? അപ്പൊ ഈ ആസനം ചെയ്താൽ ഈ പറയുന്ന സാധനത്തിന് ഗുണം ഉണ്ടാവും ഇല്ലയോ? ഉണ്ടാവില്ലേ? ഇത് ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആസനം ഈ ആസനം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ദഹിപ്പിക്കാൻ. ശരിക്കും പറഞ്ഞാൽ 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാവില്ല. ഈ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ഷുഗർ ഒക്കെ ഉണ്ടാകുന്നത്. സ്ട്രെസ് കൂടി കഴിയുമ്പോൾ ദഹനത്തിന് പ്രശ്നം വരുന്നു. അങ്ങനെ പാൻക്രിയാസിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു, ഇൻസുലിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. അങ്ങനെ ഗ്ലൂക്കോസ് ലെവൽ കൂടി അല്ലെങ്കിൽ പോകുന്നു അല്ലേ? അപ്പൊ ഈ ആസനം നിങ്ങൾ പരിശീലിച്ചാൽ നിങ്ങൾക്ക് ഷുഗറിൽ നിന്നും മോചനം ഉണ്ടാകും. ഉറപ്പാണ്. ഓൾറെഡി നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്തു. വജ്രാസനം നമ്മൾ ചെയ്ത് പരിശീലിച്ചു. വജ്രാസനം ചെയ്ത് പരിശീലിച്ചതിന് ശേഷം മാത്രമേ വജ്രാസനം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ 1 by 1 ആയിട്ട് കാല് മടക്കി ചെയ്യാൻ പറ്റുമെന്ന് ഫ്ലെക്സിബിലിറ്റി ഉള്ളവർക്ക് എന്റെ കൂടെ ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ വജ്രാസനം ഇരുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ ബ്രീത്ത് എടുത്തുകൊണ്ട് ഇരുവശങ്ങളിലൂടെ കൈകൾ മുകളിലേക്ക് ഉയർത്തി. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യും? എന്റെ ഷോൾഡർ അപ്പ് ചെയ്യും. അപ്പൊ എന്റെ ഇവിടുന്ന് ഇവിടെയൊക്കെ ചക്രങ്ങളുണ്ട്. ഈ ചക്രത്തിന് ഉൾക്കാനും കൂടെ കൂട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും? മുകളിലേക്കൊന്ന് വലിക്കും. മുകളിലേക്ക് വലിയില്ലേ? വഞ്ഞപ്പോ വലിച്ചില്ലേ? അടിവേറൊക്കെ വലിക്കില്ലേ? ഷോൾഡർ അപ്പ് അല്ലേ? എന്ത് ചെയ്യണം? ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മെല്ലെ മുന്നോട്ട് വന്നിട്ട് കൈ താഴ്ത്തണം, തല താഴ്ത്തണം. അപ്പോഴും എന്താണത്? ഹിപ്പ് പൊങ്ങി പോരാൻ പാടില്ല. കൈ പക്ഷേ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. കൈ മുകളിലേക്ക് ഉയർത്തുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കൈ ഇരുവശങ്ങളിലൂടെ റിലീസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് റിലാക്സ് ചെയ്യുക. കാലുകൾ റിലാക്സ് ചെയ്യുക. ഇത് ധ്യാനം ചെയ്യാൻ പറ്റും അല്ലേ? ഈ ശശാങ്കാസനയും ഒരു മെഡിറ്റേറ്റീവ് പോസ്റ്റാണ് അല്ലേ? ഈ സമുദായത്തില് മുഴുവൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു ചെയ്യുന്നതിന് അത്തൈ കാപ്പെന്ന് പറയുന്നു. അതുകൊണ്ടിട്ട് ഇത് മെഡിറ്റേറ്റീവ് പോസ്റ്റാണ്. നമ്മള് ഇനി വേറെ നമ്മുടെ പറയാൻ പള്ളി പോകുമ്പോൾ നമ്മള് കുത്തിയിരിക്കുന്നില്ലേ? അപ്പൊ നമ്മള് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ? അല്ലേ? അപ്പൊ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനെയാണ്, ധ്യാനിക്കാൻ പറ്റുന്നതിനെയാണ്. എല്ലാം ധ്യാനമാണ്. മന്ത്രോച്ചാരണങ്ങളും ധ്യാനമാണ്. നമ്മൾ ബ്രീത്ത് എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു സ്ഥലത്തിൽ പോകുന്നതും ധ്യാനം തന്നെയാണ്. ഒന്നും മോശമല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഞാന് വജ്രാസനം ചെയ്തു, ശക്താംഗാസനം ചെയ്തു. ചെയ്യുന്നത് ശക്താംഗാസനം നമ്മൾ പക്ഷേ വജ്രാസനത്തേക്കാൾ കുറച്ചുകൂടി ഗുണമുണ്ട്. ശക്താംഗാസനം ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇല്ലാത്ത സ്ഥലമില്ല, മനസ്സിലായോ? അപ്പോൾ അവിടെയൊക്കെ തുടുക്കും. നമ്മള് ബ്യൂട്ടി പാർലറിൽ പോയി പൈസ ഒന്നും കൊടുക്കണ്ട, നിത്യവും ചെയ്താൽ മതി. ഇച്ചിരി കഷ്ടപ്പെടണമെന്നുള്ളൂ. ഓക്കെ, അത് ഒരു ബ്യൂട്ടി തത്വം. പിന്നെയോ എന്തിനു വരികയാണ്? നമ്മുടെ വയറിലേക്ക് വരികയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇത് പ്രസ് ചെയ്യും അല്ലെ? പ്രസ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലുള്ള അവയവങ്ങളൊക്കെ ഇല്ല. ആരൊക്കെയുണ്ട് അവിടെ? ചെറുകുടലുണ്ട്, വൻകുടലുണ്ട്, ആമാശമുണ്ട്, പാൻക്രിയാസുണ്ട്, കുറെ എല്ലാവരും. പിന്നെയോ നമ്മുടെ വേറൊരാളുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള യൂട്രസ്. ആ യൂട്രസിനെ എന്തെങ്കിലും ഇരിക്കും
സർക്കുലേഷൻ കൂടുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് വലിയുന്നു അല്ലേ? എല്ലാവർക്കും മെൻസ്ട്രൽ എല്ലാം വയറുവേദന എന്ന് പറഞ്ഞതാണ്. നല്ലതാണോ? ബ്രീത്തെടുത്താൽ ചെയ്യുമ്പോൾ സ്ട്രെസ് കൂടുതലേ, പീരിയഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് കൂടുതൽ. അപ്പൊ ഈ സർക്കുലേഷൻ എല്ലാം നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ വയറുവേദനയ്ക്ക്, ഈ മെൻസ്ട്രൽ പ്രോബ്ലത്തിന് നല്ലതാണ് ഈ ചെയ്യുന്ന ടാസ്ക്. ഓക്കെ, ഡയബറ്റിക് പേഷ്യന്റ് നല്ലതാണ്, ഡയറ്റീഷ്യന് നല്ലതല്ലേ? അപ്പൊ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആസനമാണ് ശശാസ്ത്രം. അപ്പൊ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വിട്ടുപോകുന്നത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. വജ്രാസനയും മനസ്സിലായോ? ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് അർദ്ധ ഉഷ്ട്രാസനയാണ്. അർദ്ധ ഉഷ്ട്രാസന സെയിം തന്നെ, അത് ഞാൻ റിലീസ് ചെയ്ത് കാണിക്കാം, എന്നിട്ട് അതിലേക്ക് വരുന്നത് എങ്ങനെ കാണിക്കാം. ഞാൻ റിലാക്സ് ചെയ്തിരുന്നു. ഓക്കെ, ശിഥില ദണ്ഡാസനയില് പറയുന്നതിന് പേര് ശിഥില ദണ്ഡാസന. ശിഥില ദണ്ഡാസനയിൽ ഞാൻ റിലാക്സ് ചെയ്തിരുന്നു. ഞാൻ വീണ്ടും കാല് ഇറക്കി വെച്ചു, കൈ ഇങ്ങനെ ശരീരത്തിന് തൊടയുടെ അടുത്തേക്ക് ഞാൻ നീക്കി വെച്ചു. വീണ്ടും ഞാൻ കാലിലേക്ക് മടക്കി കൊടുക്കുകയാണ്. വീണ്ടും വജ്രാസനയിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? മുട്ടിലേക്ക് വരണം. ഉഷ്ടാസന ചെയ്യുന്നു. ഉഷ്ടം എന്ന് പറഞ്ഞാല് ക്യാമൽ ആരാ? ഒട്ടകത്തിന്റെ പോസ്റ്റർ. നിങ്ങളിപ്പോ പൂർണ്ണ ഉഷ്ടാസന ചെയ്യേണ്ട, നിങ്ങൾ ഭാഗികമായിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ കൈ മുകളിലേക്ക് പോകുക, ടോട്ടലി. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രീത്ത് എടുത്തുകൊണ്ട് വലത് കൈ കൊണ്ടുവന്നിട്ട് കാലെടുക്കും. അത് ഈ കൈ നേരെ മുകളിലേക്ക് ഇങ്ങനെ ഉണ്ടാവും. ബ്രീത്ത് എടുത്തോടെ നിർത്തിയിരിക്കുകയാണേ. ബ്രീത്ത് കൈ തിരിച്ചു കൊണ്ടുവരും. അടുത്ത സൈഡ് ബ്രീത്ത് കൈ മുകളിലേക്ക് നിർത്തി. ഓക്കെ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ആ ഒരു പോയിന്റിൽ ഒരു 5 അല്ലെങ്കിൽ 10 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യണം. ഇനി വേറൊരു രീതിയിലും അത് ചെയ്യാം. ആദ്യം ബാക്കിലേക്ക് സപ്പോർട്ട് കൊടുക്കുക. ഞാനിവിടെ പറഞ്ഞു ലംബാർ മസിൽസിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക് കൊടുക്കുക. ഇവിടെ നമുക്കൊരു കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനുണ്ട്. നേരെ ബാലാസന ചെയ്തു കൈയിലേക്ക് തല കൊണ്ടുപോയിട്ട് കൈ ബാക്കിലെ കീഴില് കത്തി പിടിക്കണം. പിന്നീട് അപ്പൊ ഇത് 2 സ്റ്റെപ്പും ചെയ്തിട്ട് മാത്രമേ പൂർണ്ണ ഉഷ്ടാസന ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഉഷ്ടാസന ചെയ്യുന്നത് അതിപ്പോ പഠിപ്പിക്കുന്നത് കൈ 2 ചേർത്ത് വെച്ചോ. ശ്വാസം എടുക്കുന്നത് കൈ 2 എടുക്കുക. ഇവിടെ ഒന്ന് ടിസ്റ്റ് ചെയ്തു കേട്ടു. ഓക്കെ, ഇത്രയും ചെയ്തു. ഓക്കെ, കൈ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക, ടേൺ ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് താഴേക്ക് വരിക. ഓക്കെ, വീണ്ടും ബ്രീത്ത് ചെയ്തുകൊണ്ട് ടേൺ ചെയ്യുക, കൈ മുകളിലേക്ക് എത്തുക. സെക്കൻഡ് സ്റ്റെപ്പ് കൈ ഇൻഡോർ ചെയ്യുക. ഓക്കെ, പാം പിടിക്കുക, കൈ മുട്ട് മുകളിലേക്ക് പിടിക്കണം. ചെവിയോട് ചേർന്ന് ചെവി ലോക്കായിരിക്കും. കൈകൾ കൊണ്ട് ചെവി ലോക്കായിരിക്കും. ഓക്കെ, സെക്കൻഡ് ആണ് നമ്മൾ കൈ തിരിച്ചു. കൈ മെല്ലെ ബ്രീത്ത് ഔട്ട് ചെയ്തു. ശ്വാസത്തെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് കൈ മെല്ലെ താഴ്ത്തി ടേൺ ചെയ്തു. ഇതിന്റെ താളത്തെ പിടിച്ചല്ലോ എങ്ങനെയാണെന്നുള്ളത് സ്പീഡ് പാടില്ല. ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് വേണം കൈകൾ മുകളിലേക്ക് വരും. അപ്പൊ ഫൈനൽ റൗണ്ട് ചെയ്യാലോ. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നല്ല മുകളിലേക്ക് വെക്കുക. കൈ ഇന്റർലോക്ക് ചെയ്തു, കാണിച്ചു. ഇനി കൂടെ കൈ ചെവിയോട് ചേർന്നു. ഇനി അടുത്ത നമ്മൾ ടോയ്ഡ് പാകം ചെയ്യാം. ടോയ്ഡ് മാക്സിമം ടോട്ടലിൽ മാത്രമല്ല നമ്മൾ അടിവൈദ്യമായിരിക്കണം. വലിച്ചിന് മുകളിലേക്ക് നന്നായിട്ട് മുകളിലേക്ക് വലിയട്ടെ. ഒരു പോയിന്റിലേക്ക് നോക്കി നിന്നേ. എത്ര സെക്കൻഡ് കൊണ്ട് നിൽക്കാൻ പറ്റുന്നു? 1 2 3 4 5 6 7 8 9 10. കഴിക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മെല്ലെ കൈയാക്കുക. ടേൺ ചെയ്യുക, മെല്ലെ ബ്രീത്ത്. ഓക്കെ, ഇതിന് എന്ത് ചെയ്യണം? കാലത്തി കൈലത്തി റിലാക്സ്. ഓക്കെ, റിലാക്സ് ചെയ്യുമ്പോൾ തന്നെയാണ് തലയിൽ അല്പം ബാക്കിലേക്ക് നിന്ന് കണ്ണെടുക്കുന്നത്. ദീർഘമായി ശ്വാസം എടുക്കുക. സാവധാനം ശ്വാസം കൊടുക്കുക. വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കുക. സാവധാനം ശ്വാസം കൊടുക്കുക. ഇപ്പൊ ബ്രീത്ത് കണ്ടോളായില്ലേ? നിങ്ങൾ ചെയ്തപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ഹാർട്ടിന്റെ ബീറ്റ് എങ്ങനെയായിരുന്നു?
ഇടിപ്പ് കൂടി അല്ലേ? നല്ല ശരിക്കും മുകളിലേക്ക് നിങ്ങൾ വലിഞ്ഞപ്പോൾ നിങ്ങളുടെ ബോഡി മൊത്തം മുകളിലേക്ക് വലിഞ്ഞു. ബ്ലഡിന്റെ സർക്കുലേഷൻ ചുമ്മാ നിന്നപ്പോൾ ഈ കാണുന്നവർക്ക് തോന്നും നിങ്ങൾ ചുമ്മാ നിൽക്കാന്ന് അല്ലേ? പക്ഷെ നിങ്ങളുടെ ഉള്ളിലുണ്ടായ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ക്ലിയർ ആയില്ലേ? ഞാൻ പറഞ്ഞതിന് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സ്, ശ്വാസം അല്ലേ? ബ്രീത്ത് നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളുടെ തലം ഉയർന്നു പോകും. നിങ്ങളുടെ തലം ഉയർന്നപ്പോൾ ഹാർട്ട് ബീറ്റും അതിനോടനുസരിച്ച് ചിലർ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ? നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ഇടിക്കുന്നു അല്ലേ? ബ്ലഡിന്റെ സർക്കുലേഷൻ കൂടി. അതുകൊണ്ടിട്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ ശ്വാസം എടുത്ത് ദീർഘമായി വിട്ട് കൺട്രോൾ ആക്കും. അപ്പൊ ബോഡി റിലാക്സ് ആയി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് ഞാൻ എല്ലാം ചെയ്തിട്ട് അടുത്ത ചെയ്യാൻ പോകുന്നത് അർത്ഥകടി ചക്രാസനം. ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഞാൻ പറയുകയും ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കാല് ചേർത്ത് വെക്കണം. 2 കാലും ചേർത്ത് വെച്ചു, കൈ 2 ചേർത്ത് വെച്ചു. അറ്റൻഷൻ മോഡൽ. ഇതിന് നമ്മൾ സ്ഥിതി എന്നാ പറയുന്നത്. ഈ നിൽക്കുന്നതിന് സ്ഥിതി എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ദീർഘമായി ശ്വാസം എടുക്കണം. ഇത് ബ്രീത്ത് ഔട്ട് ചെയ്യണം നോർമൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? വലത് കൈ ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ മുകളിലേക്ക് വെക്കുക. ഹാഫ് വന്നു, വീണ്ടും ഇവിടെ ടേൺ ചെയ്ത് വീണ്ടും ഇൻഫിലേഷൻ, കണ്ണിന് ഇൻഫിലേഷൻ വരുന്നു. വീണ്ടും കൈ മുകളിലേക്ക് ഉയർത്തി ചെവിയോട് ചേർത്തു. ഓക്കെ, സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ ബ്രീത്ത് പുറത്തേക്ക് വിടാൻ പോവാണ്. മെല്ലെ ചെരിയണം. ബോഡിയെ നമ്മൾ ചെരിച്ചു കൊടുക്കുക, ബോഡി മാത്രം. ഓക്കെ, യെസ്. ശ്വാസം എടുത്ത് നേരെ വരിക, ബോഡി നേരെയാക്കുക. ദെൻ സ്ലോലി ബ്രീത്ത് ഔട്ട് ആൻഡ് സ്ലോലി ഡൗൺ. സ്ലോലി ടേൺ ചെയ്യേണ്ട അടുത്ത് ടേൺ ചെയ്യുക. ദെൻ സ്ലോലി ഡൗൺ. ലെഫ്റ്റ് ഹാൻഡ് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് കൈ മെല്ലെ മുകളിലേക്ക് ഉയർത്തുക. ഷോൾഡർ വരുമ്പോഴത്തേക്കിന് ടേൺ ചെയ്ത് കൊടുക്കുക. ടേൺ ചെയ്തതിനു ശേഷം വീണ്ടും ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുത്തതിന് ശേഷം ചെവിയോട് ചേർത്ത് വെക്കുക. അതിനുശേഷം ഷോൾഡർ ഉയർത്തിയിട്ട് വേണം മെല്ലെ ചെരിഞ്ഞു കൊടുക്കാൻ. നോക്കൂ, നിങ്ങളുടെ ഏതൊക്കെ ഭാഗത്താണ് അതിന്റെ വലിച്ചിൽ വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആഹാ, ശരി. നേരെ നിൽക്കൂ, ബോഡി നേരെയാക്കൂ. ബ്രീത്ത് എടുത്തുകൊണ്ട് ദെൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഇനി ആ കയ്യിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കണ്ണടച്ചിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, കൈക്ക് ഭാരം അനുഭവപ്പെടുന്നുണ്ടോന്ന്. സ്ലോലി ഡൗൺ. ഭാരം അനുഭവപ്പെട്ടോ? ഇല്ല. എന്നാ വീണ്ടും നോക്കേണ്ടി വരും. എന്തുകൊണ്ടാ കൈക്ക് വെയിറ്റ് വന്നേ? കൈക്ക് എന്തുകൊണ്ടാ വെയിറ്റ് വന്നേ? നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ എവിടെയായിരുന്നു അല്ലെ? ബ്രീത്ത് എവിടെയായിരുന്നു? ബ്ലഡിന്റെ സർക്കുലേഷൻ എവിടെയായിരുന്നു? കയ്യില്. അപ്പൊ കയ്യില് ഭാരം വന്നെന്തുകൊണ്ടാ? ബ്ലഡിന്റെ, നിങ്ങളുടെ കൈ എടുത്ത് നോക്കൂ, ചുമന്നിട്ടുണ്ടോ നോക്കൂ. ബ്ലഡിന്റെ സർക്കുലേഷൻ മുഴുവനും നിങ്ങളുടെ ആ കൈയിലേക്കാണ്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും നിങ്ങൾ കൈ എടുത്തപ്പോ കൈയിലേക്ക് വന്നു. ആ ബോഡി തിരിച്ചപ്പോ ബ്രീത്ത് ഔട്ട് ചെയ്തപ്പോഴും അങ്ങോട്ട് ശ്രദ്ധ വന്നു. തിരിച്ചു വന്നപ്പോഴും നമ്മുടെ പ്രാണൻ മുഴുവനും നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ രക്തം ഇരച്ച് കയറി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിട്ടാണ് ആ കൈക്ക് നിങ്ങൾക്ക് തരേന്ന് ശരിയായ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല, ഞാനത് അനുഭവിപ്പിച്ചെടുക്കാറുള്ളൂ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടന്നു പോവാം. നല്ല തരുതരിപ്പ് കൈക്കുണ്ടാവും. മനസ്സിലായോ? മരവിപ്പിന് നല്ലതാണത്. അർത്ഥകടി ചക്രാസനം. ഓക്കെ, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് ഒന്ന് നിന്നേ, പോസ്റ്റർ ഒന്ന് നിന്നേ നോക്കൂ. അർത്ഥകടി ചക്രാസന. കടി എന്ന് പറയുന്നത് ഈ ഭാഗത്തിനെയാണ്, വേസ്റ്റ് ഭാഗത്തിനെയാണ് കടി എന്ന് പറയുന്നത് അല്ലെ? ഈ കടിക്കാണ് മാറ്റം വരുന്നതെന്ന് പറയുന്നത്. എന്താ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? സാധാരണ ഇവിടെ എന്താ ഉണ്ടാകുക? നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നോക്കിക്കേ, ഒരു ടയർ. ഇവിടെ ഒരു ടയർ ഉണ്ട്. ഇതിങ്ങനെ നിൽക്കുമ്പോൾ ടയർ ഉണ്ടാവുന്നുണ്ടോ നോക്കിക്കേ. ഇതിവിടെ വലിച്ചിട്ട് വരില്ലേ? അപ്പൊ ഇവിടുത്തെ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ കൈ നോക്കൂ, ഇവിടെ ഉണ്ടോ? രേണു ഈ യോഗാസനമൊക്കെ ചെയ്യുന്നതുകൊണ്ട് കൈ നോക്കൂ. ഇവിടെയൊക്കെ ചിലർക്ക് തടിച്ചിട്ട് ഫാറ്റ് ഇങ്ങനെ ഉണ്ടാവും, തൂങ്ങിക്കിടക്കും. പക്ഷെ യോഗ ചെയ്യുന്നവരുടെ കൈ ശ്രദ്ധിച്ചു നോക്കുക, ഇതിങ്ങനെ തൂങ്ങിക്കിടക്കില്ല. മനസ്സിലായോ? എന്റെ കൈ ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, നേരെ വരൂ. പിന്നെയോ വയറിന്റെ പ്രവർത്തനം വരുന്നുണ്ടോ? ഉണ്ടോ? പിന്നെയോ ഒന്ന് തിരിഞ്ഞിട്ട് ചെയ്തേ. തിരി ബാക്ക് കാണിക്കണം. എഴുന്നേറ്റപ്പോ ബാക്ക് നോക്കിക്കേ. ബാക്ക് വലിച്ചിട്ട് മാത്രമാണ്. പൈൻ എന്ത് സംഭവിച്ചു? പൈൻ സൈഡിലേക്ക് ചെരിഞ്ഞു അല്ലേ? നേരെ നിന്നോ. ഈ അലൈൻമെന്റ് ഒക്കെ ശ്രദ്ധിച്ചേ. കണ്ടോ? സൈഡിലേക്ക് ചെരിഞ്ഞു. നേരെ നിന്നോളൂ. കൈ താഴെയുള്ളൂ.
ഈ സ്പൈൻ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്ന സാധനമല്ലേ, ഇതിനെ എന്ത് ചെയ്തു, രണ്ട് സൈഡിലേക്കും ചെരിച്ചു കൊടുത്തു, ടേൺ ചെയ്തു അല്ലെ. അപ്പൊ അവിടെ സ്പൈനിന് മൂവ്മെന്റ്, ആദ്യം എന്ത് ചെയ്തു, സ്പൈൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, മുകളിലേക്ക് ഇവിടെ വലിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് സൈഡിലേക്ക് നമ്മൾ ടേൺ ചെയ്ത് കൊടുത്തു, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും അപ്പൊ നമ്മൾ ചെയ്യുന്നത്, മുന്നോട്ട്, അല്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ബാക്കിലേക്ക് പോകണം. ബാക്കിലേക്ക് പോയതിനു ശേഷം മാത്രമേ മുന്നോട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ബാക്ക് ചെയ്യാം, അർദ്ധ ചക്രാസനം ചെയ്യാം. അർദ്ധ ചക്രാസനം എങ്ങനെ ചെയ്യാം, കാലി ചേർത്ത് വെക്കുക, കൈ രണ്ടും നമ്മുടെ ലംബാർ മസിൽസ് ഉണ്ട്, നമ്മുടെ ബാക്കില് നമ്മുടെ സ്പൈൻ സപ്പോർട്ട് ചെയ്യുന്ന ലംബാർ മസിൽസ്, ആ ലംബാർ മസിൽസ് സപ്പോർട്ട് ചെയ്യും. ചെയ്ത് നോക്കട്ടെ, ഇങ്ങനെയല്ല കൈ പിടിക്കുന്നത് കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ട് കൊടുത്താൽ നോക്കട്ടെ, ഈ മോള് തിരിഞ്ഞേ, മോള് തിരിഞ്ഞേ കേട്ടോ, ഈ വെള്ളം അടുപ്പിച്ചു നോക്കുക. അപ്പൊ ഇങ്ങനെ നിന്നപ്പോ തന്നെ നിങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം തോന്നുന്നില്ലേ അല്ലേ, എന്തോ ഒരു സപ്പോർട്ട് കിട്ടുമല്ലേ, എനിക്ക് എന്തോ ഒരു സുഖം കിട്ടുമല്ലേ അല്ലേ. ഈ സപ്പോർട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഇനി ബാക്കിലേക്ക് കുനിയും, ബാക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, ശ്വാസം എടുത്തോണ്ട് മെല്ലെ തലതാട്ടി കൊണ്ടുപോകാം. ശ്വാസം എടുത്തോണ്ട് സപ്പോർട്ട്, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്നത്. യെസ്, വെരി ഗുഡ്, എല്ലാവർക്കും പറ്റുന്നുണ്ട്. ഓക്കെ, ബ്രീത്ത് എടുത്തോണ്ട് നേരെ വരൂ, ബ്രീത്ത് എടുത്തോണ്ട് നേരെ വരൂ, മെല്ലെ ഒന്ന് മുമ്പോട്ടൊന്നും ജസ്റ്റ് ഒന്ന് കുനിഞ്ഞു വെക്കണം, ജസ്റ്റ് മതി. കൈ റിലീസ് ചെയ്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടിയപ്പോ ബാക്കിലേക്ക് പോകാനായിട്ട് ആ സപ്പോർട്ട് കൊടുത്തോടുകൂടി നിങ്ങൾക്ക് നന്നായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ, പെട്ടെന്ന് പറ്റത്തില്ല, അവിടെ ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസസ്, എന്തെങ്കിലും അകലാനുള്ള ചാൻസ്, ഡിസ്കിന് അകൽച്ചോ എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടിട്ടാണ് നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ മുമ്പോട്ട് തള്ളുകയും ബോഡി സ്പൈന് നമ്മൾ ബാക്കിലേക്ക് വളയ്ക്കുകയും ചെയ്തത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അതിന്റെ പ്രവർത്തനം കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, നേരിഞ്ഞോളൂ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർവേഡ് ബെൻഡിങ് ആസനയാണ്, പാദഹസ്താസനം എന്ന് പറയും. ഓക്കെ, ഇപ്പൊ നമ്മൾ ബാക്ക് ബെൻഡിങ് ചെയ്തു, ഇനി ഫോർവേഡ് ബെൻഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പാദഹസ്താസനം അറിയാലോ. ശ്വാസം എടുത്തോണ്ട് ഈ വശങ്ങളിലൂടെ കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡർ അപ്പ് ചെയ്യണം. ഷോൾഡർ അപ്പ് ചെയ്ത് നട്ടലിന് മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി മെല്ലെ ആ നട്ടലിനെ പിടിച്ചോണ്ട് മുമ്പോട്ട് കുഞ്ഞിനെ ബ്രീത്ത് ഔട്ട് ചെയ്തോണ്ട് അവിടെ പോകത്ത്. യെസ്, വീണ്ടും കം ബാക്ക്. ശ്വാസം തിരിച്ചു പോരെ, ശ്വാസത്തിൽ തിരിച്ചു പോരെ, ശ്വാസത്തിൽ തിരിച്ചു പോരെ. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് കൈ റിലീസ് ചെയ്തേ. ഒറ്റയടിക്ക് നമ്മള് നീയാൻ പാടില്ല. ആദ്യത്തെ 2 ദിവസം നമ്മള് ഹാഫ് വരെ നിൽക്കണം. എങ്ങനെ കാണിച്ചില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ മരിക്കണം, നട്ടല്ല ബാക്കിലേക്ക് അത് നോക്കിയും ബാക്കി തന്നെ പോകണ്ട, പോയിലേക്ക് നട്ടല് നല്ല റിലീഫ് ആവുന്നുണ്ടോ, എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെരി ഗുഡ്, നല്ല കാര്യം കൊടുത്തെ, നല്ല കാര്യം. തിരിച്ചു പോരട്ടെ. ഇനി നമുക്ക് കൈകൊണ്ട് യൂസ് ചെയ്യാം. ആ പോയിന്റ് ഞാൻ കാണിച്ചു തരുന്നതാണ്, എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പാടുള്ളത്. നമുക്ക് കൈ ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ കുറച്ച് കറക്റ്റ് കാണിച്ചു തന്നാണ്, കാരണം പല ക്ലാസ്സിലും തെറ്റായ രീതിയിലാണ് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലേക്ക് പ്രശ്നം ഉണ്ടാവില്ല, കൂടുതൽ വഴക്കം ഉണ്ടാവും. ഇപ്പൊ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലേ, അതാണ് വേണ്ടത്. ഇത് ശരിക്കും തെറാപ്പിക്കൽ യോഗ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ചെയ്യാം. അതാണ് പല സ്ഥലത്തും തെറ്റായ രീതിയിൽ അത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നട്ടലിനെ ശ്രദ്ധിക്കണം. ഓക്കെ, ചെയ്യാം. ശരി, കൈ ഈ വശങ്ങളിലൂടെ മെല്ലെ ശ്വാസം എടുത്ത് മുകളിലേക്ക് ഉയർത്തുക. കാലെപ്പോഴും അടുപ്പിച്ച് വെക്കണേ. ഓക്കെ, വളരെ നട്ടലിന്റെ മുകളിലേക്ക് വലിച്ചു. ഓക്കെ, ഇനി ബാക്കിലേക്ക് തള്ളി കൊടുക്കുക. ബാക്കിലേക്ക് തള്ളിയിട്ട് മെല്ലെ താഴോട്ട് വരട്ടെ. ആ ബാക്കിൽ നട്ടലിനെ ശ്രദ്ധിക്കണം.
ബാക്ക് തള്ളി, ഹിപ്പ് ബാക്കിലേക്ക് തള്ളി 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 മെല്ലെ മെല്ലെ സ്ലോലി കൈ മുന്നോട്ട് പോകരുത്. തലയും കൈ ഒന്നിച്ചായിരിക്കും താഴ്ത്തു വരേണ്ടത്. യെസ്, തല താഴ്ത്തി കൊടുക്കുക, തല താഴ്ത്തി കൊടുക്കുക. കൈ തലയിലോട്ട് എത്തിക്കാൻ പറ്റുമോ നമുക്ക്? യെസ്, വെരി ഗുഡ്. തല താഴ്ത്തി കൊടുക്കുക. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി കൈ നേരെ മെല്ലെ മുകളിലേക്ക് എത്തിക്കോളൂ. മെല്ലെ 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 ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കൈ മെല്ലെ റിലീസ് ചെയ്തോളൂ. റിലീസ് ചെയ്തോളൂ, മെല്ലെ റിലീസ് ചെയ്തോളൂ. പയർ കൊടുത്തി പിടിച്ചാൽ പറ്റുമോ? അല്ലേ അല്ലേ? വായുവിന്റെ പ്രശ്നം കൊണ്ടല്ലേ, ഗ്യാസ് പ്രശ്നം ഇല്ലേ? അതുകൊണ്ടാണ് അവിടെ വായു തന്നെ പലതരത്തിലുണ്ട്. അപ്പൊ ആ ഒരുക്കം വന്നിട്ട് അവിടെ വന്നിട്ട് പിടിച്ചേക്കണ കാണും. അതിനെ റിലീസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ ദൂഷിക്കണം കേട്ടോ. ഓക്കെ, അതിന് ചെറുതായിട്ട് മാറ്റുക. നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ താഴെ എത്തിക്കാൻ മുട്ടിക്കരുത്. ഹാഫ്, അതുകൊണ്ടാണ് ഹാഫ് ചെയ്ത് നിർത്തിയിട്ട് രണ്ടാമത് ഞാൻ ബാക്കിലേക്ക് തള്ളിയിട്ട് മാത്രം നിങ്ങൾ പോകണം. ആ ബാക്ക് തള്ളിയിട്ട് നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾ താഴോട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് ഒരു ടെൻഡൻസി കയറി നേരത്തെ എത്തണമെന്നുള്ളത്. അതാണ് ഞാൻ, മനസ്സിലായോ? മാറിയില്ലേ? മാറിയില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് ഫ്രണ്ട് സൈഡിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ മുകളിലേക്ക് വരിക കേട്ടോ. കൈ വെച്ചിട്ട് മുകളിലേക്ക് വരുന്നാൽ മതി. ബ്രീത്ത് എടുക്കണം, ബ്രീത്ത് എടുത്തിട്ടാൽ മാത്രമേ അത് പോകുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്കുള്ള ആസനം ഇത്രയുമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൂ. കൂടുതൽ ചെയ്യാനുള്ള സമയമില്ല. നമുക്ക് ഇരിക്കാം. കാല് നീട്ടിയിരിക്കുക, കാല് നീട്ടിയിരിക്കുക. നിങ്ങൾക്ക് വജ്രാസനം ഇരുന്നിട്ട് നിങ്ങൾ ചെയ്യാം. നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇടത് കൈ ചിരിമുദ്ര എടുക്കുക. ഈ തമ്പും ഇൻഡെക്സ് ഫിംഗറും ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ച് ബാക്കി വിരലുകൾ ഇങ്ങനെ മുഴുക്കുന്നതിനാണ് ചിന്മുദ്ര എന്ന് പറയുന്നു. മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുക. നമ്മുടെ തലച്ചോറിലേക്കുള്ള ചിന്തകളെ കടിഞ്ഞാണിടാൻ, സംവേദനങ്ങളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മുദ്രയാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ ആ തളവെല്ലും ചൂണ്ടുവെല്ലും ഒന്നിങ്ങനെ വെച്ചിട്ട് ബാക്കി വിരലുകൾ റിലീസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇത് എൻ്റെ കാലിന്റെ മുട്ടിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, ഒരു കൈ കിട്ടിയില്ല, ലെഫ്റ്റ് ഹാൻഡ് കിട്ടിയില്ലേ? ഇനി റൈറ്റ് ഹാൻഡ് കാണിച്ചു തരാം. ഈ രണ്ട് ഫിംഗർ ഉണ്ടോ? ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഇതൊന്ന് നിവർത്തിക്കേ. ചൂണ്ടുവെല്ലും നടുവെല്ലും, ബാക്കി വെല്ലും മടക്കി പിടിച്ചല്ലോ. ഇനി ആ ചൂണ്ടുവെല്ലും നടുവെല്ലും ഒന്ന് മടക്കി കൊടുത്തേ. ബാക്കി വെല്ലും നിവർത്തിക്കേ. വലത് കൈ, റൈറ്റ് ഹാൻഡ്. പുതിയ റൈറ്റ് ഹാൻഡിൽ ഈ മുദ്രയ്ക്ക് പറയുന്ന പേര് വിഷ്ണു മുദ്ര അല്ലെങ്കിൽ നാസിക മുദ്ര എന്ന് പറഞ്ഞു. ഇതങ്ങിട്ട് ഇരിക്കുക. ഓക്കെ, കിട്ടിയല്ലോ. ഇടത് കൈ ചിന്മുദ്ര, ഇടത് കൈ ചിന്മുദ്ര. അത് എനിക്ക് മൈക്കിരിക്കുന്നതുകൊണ്ട് പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഇടത് കൈ ചിന്മുദ്ര, വലത് കൈ നാസിക മുദ്ര. ഓക്കെ, ഇനി നമുക്ക് ബ്രീത്ത് പ്രഷർ. അപ്പോൾ എന്താണ്? നട്ടെല്ല് നിവർന്നിരിക്കണം. എപ്പോഴും നിങ്ങൾ ഇരിക്കുമ്പോൾ നട്ടെല്ല് നിവർന്നിരിക്കണം. നട്ടെല്ല് നിവർന്നിരുന്നാൽ മാത്രമാണ് നിങ്ങളുടെ ചെസ്റ്റ് ഓപ്പൺ ആവുള്ളൂ. ബ്രീത്ത് നന്നായിട്ട് സുഗമമായിട്ട് എടുക്കാനും വിടാനും പറ്റുള്ളൂ. അതുകൊണ്ട് നട്ടെല്ല് നിവർന്നിരിക്കണം. ഷോൾഡർ വിടുത്തിരിക്കണം. ഫേസ് നേരെ ആയിരിക്കണം. ഓക്കെ, കൈ ചിന്നു എടുത്തു. ഞാൻ നാസിക മുദ്ര എടുത്തു. ഞാൻ തമ്പ് ഉപയോഗിച്ചിട്ട് റൈറ്റ് നോസുകൾ ഇങ്ങനെ വലിയ അമർത്തിയൊന്നും പിടിക്കണ്ട. പയ്യെ ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമ്മുടെ സെൻസറിങ് ആണ് ഈ മൂക്കെന്ന് പറയുന്നത്. പയ്യങ്ങനെ അടഞ്ഞോളൂ. പയ്യെ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് കയറട്ടെ. എന്നിട്ട് നമ്മുടെ ഈ റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് മൂക്കും കൂടെ അടയ്ക്കുക, ക്ലോസ് ചെയ്യുക. ബ്രീത്ത് അവിടെ തങ്ങി നിൽക്കട്ടെ. ഓക്കെ, എല്ലാ കോശങ്ങളിലേക്കും ബ്രീത്ത് ചെല്ലട്ടെ. ഓക്സിജൻ ബ്ലഡ് അവിടെ സെല്ലിലേക്ക് ചെന്ന് പ്രവർത്തിച്ചിട്ട് അവിടെ നിന്നെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ടോക്സിൻസിനെ വലിച്ചെടുത്ത് നമ്മുടെ വലത് മൂക്കിനെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. വലത് മൂക്ക് ഓപ്പൺ ചെയ്തു. മെല്ലെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. കാർബൺ ഡൈ ഓക്സൈഡ്, നെഗറ്റീവ് തോട്ട്സ്, എല്ലാ ടോക്സിൻസിനെയും ഞാൻ എൻ്റെ നിശ്വാസവായുവിലൂടെ പുറത്തേക്ക് വിടുന്നു എന്ന് സങ്കല്പിക്കുക. വീണ്ടും നമ്മുടെ പോസിറ്റീവ് എനർജി അല്ല ഓക്സിജൻ പ്രാണവായു എൻ്റെ വലതു മൂക്കിലൂടെ ഞാൻ ദീർഘമായി ശ്വാസം എടുത്ത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. ഡീപ്പ് ഇൻഹേൽ,
then right nose close, breathe out, hold ചെയ്തു. പോസിറ്റീവ് തിങ്കിങ്, നല്ല നല്ല ചിന്തകൾ എൻ്റെ തലച്ചോറിൽ ഉണ്ടാകട്ടെ, എൻ്റെ കോശങ്ങൾ പോസിറ്റീവ് ആയിരിക്കട്ടെ. ടോക്സിൻസിനെ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ കാർബൺ ഡൈ ഓക്സൈഡ് രൂപത്തിൽ നമുക്ക് ഇടത് മൂക്കിനെ തുറന്ന് മെല്ലെ പുറത്തേക്ക് വിടുക. മെല്ലെ പുറത്തേക്ക് എല്ലാ ടോക്സിൻസും നെഗറ്റീവ് ചിന്തകളും നിങ്ങളുടെ പുറത്തേക്ക് പോകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് എടുക്കാം. വീണ്ടും ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഇടത് മൂക്ക് അടച്ചു കൊടുക്കുക, ബ്രീത്ത് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കട്ടെ. ദെൻ റൈറ്റ് നോസ് ഓപ്പൺ ചെയ്യുക, മെല്ലെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. വീണ്ടും വീണ്ടും ലെഫ്റ്റ് നോസ് ഓപ്പൺ ചെയ്തു, മെല്ലെ ബ്രീത്ത് ഔട്ട് ചെയ്തു. ഓക്കെ, റിലാക്സ്. ഞാൻ ഈ മൈക്ക് മാറ്റിയിട്ട് പറയുന്നത്. നിങ്ങളുടെ കണ്ണടച്ചിട്ട് നിങ്ങൾ കാണും. അപ്പൊ കണ്ണടച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇടത് കൈ ചിന്മുദ്ര, വലത് കൈ നാസിക മുദ്ര എടുത്തു, നട്ടല് നിവർത്തിയിരുന്നു, ഫേസ് നേരെ വെച്ചു, പുഞ്ചിരിച്ചേ. ഫേസ് മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്ത് പുഞ്ചിരിച്ചുകൊണ്ട് നല്ല ആസ്വദിച്ച്. കാരണം നിങ്ങളുടെ ജീവനെയാണ് നിങ്ങളെടുത്ത് നിങ്ങളുടെ ആത്മതലത്തിലേക്ക് നിങ്ങൾ ഉയർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ, നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളെ തന്നെ കണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. വലത് മൂക്കിനെ അടയ്ക്കുക, വലത് കമ്പ് ഉപയോഗിച്ച് വലത് മൂക്ക് അടച്ചു പിടിച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക. നല്ല ദീർഘമായി സാവധാനം ശ്വാസത്തെ ഉള്ളിലേക്ക് എടുത്തു. ഒരു തണുത്ത വായു അല്ലെങ്കിൽ ഒരു പ്രകാശവലയം ഇടത് മൂക്കിലൂടെ മെല്ലെ ഉള്ളിലേക്ക് കയറി. ഞാൻ ആ ഇടത് മൂക്കിനെ എന്റെ മോതിരവിരൽ ഉപയോഗിച്ച് ക്ലോസ് ചെയ്തു. മൂക്കിന്റെ ഉള്ളിൽ എന്റെ പ്രാണൻ നിലനിൽക്കുന്നു. ഞാൻ എന്റെ ജീവന്റെ തലത്തിനെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. എന്റെ എല്ലാ കോശങ്ങളിലേക്കും എന്റെ എല്ലാ പോസിറ്റീവ് ചിന്തകളെയും ഉയർത്തി, എന്റെ എല്ലാ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും ഞാൻ മുകളിലേക്ക് ഉയർത്തി എന്റെ ആത്മതലത്തിലേക്ക് ഞാൻ സായുജ്യമണിയുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ എന്റെ നെഗറ്റീവ് ചിന്തകളെ, എന്റെ എല്ലാ സങ്കടങ്ങളെയും, ഞാൻ എന്റെ ദുഃഖങ്ങളെയും ഞാൻ എന്റെ നിശ്വാസ വായുവിലൂടെ ഞാൻ എന്റെ വലത് മൂക്ക് ഓപ്പൺ ചെയ്ത് മെല്ലെ പുറത്തേക്ക് വിടുകയാണ്. കംപ്ലീറ്റ്ലി ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സാവധാനം ഞാൻ എന്റെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ രൂപത്തിൽ പുറത്തേക്ക് വിട്ടു. വീണ്ടും ഞാൻ എന്റെ വലത് മൂക്കിലൂടെ ഞാൻ എന്റെ പ്രാണനെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. വലത് മൂക്കിലൂടെ ശ്വാസത്തെ എടുക്കുക. നല്ല ചൂടുള്ള വായുവാണ് ഇപ്പോൾ ഉള്ളിലേക്ക് കിടക്കുന്നത്. അതിനെ നന്നായി ഉള്ളിലേക്ക് വലിച്ചെടുത്തു. അത് ഊർജത്തെ കൂട്ടുന്ന, നമ്മുടെ തലങ്ങളെ, ബുദ്ധിയുടെ തലങ്ങളെ ഉണർത്തുന്ന എല്ലാ ശരീര കോശങ്ങളിലേക്കും ഓക്സിജനായി പ്രാണോർജത്തെ കടത്തിവിട്ട് സെല്ലുകളെ ഉണർത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനത്തിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഞാനൊക്കെ അവിടുത്തെ ടോക്സിൻസിനെ, നെഗറ്റീവ് എനർജിയെ, നെഗറ്റീവ് ചിന്തകളെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ രൂപത്തിൽ എന്റെ ഇടത് മൂക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ മെല്ലെ പുറത്തേക്ക് വിടുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഞാൻ എന്റെ നിശ്വാസവായുവിനെ മെല്ലെ പുറത്തേക്ക് എല്ലാ ടോക്സിനെയും മാറ്റിക്കൊണ്ട് ഏറ്റവും അധികം സന്തോഷമുള്ള മനസ്സോടുകൂടി ഞാൻ എന്റെ വലത് കൈയിനെ അവിടുന്ന് റിലീസ് ചെയ്തു. കണ്ണടഞ്ഞ് തന്നെ ഇരിക്കട്ടെ. വലത് കൈയും ചിന്മുദ്ര തന്നെ പിടിക്കുക. കണ്ണടച്ച് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ രൂപത്തെ നിങ്ങൾ മനസ്സിൽ കാണുക. എങ്ങനെയാണോ നിങ്ങൾ ഇരിക്കുന്ന ആ രൂപത്തെ നിങ്ങൾ മനസ്സിൽ കാണുക. ആ മനസ്സിൽ കാണുന്ന നിങ്ങളുടെ മുഖം, നിങ്ങളുടെ രൂപത്തെ നോക്കിക്കണ്ട് ആസ്വദിക്കുക. എത്ര മനോഹരമായ രൂപമാണെന്ന് നിങ്ങൾ നോക്കിക്കണ്ട് ആസ്വദിക്കുക. നിങ്ങളുടെ ആ ഓറ, ഒരു വൈറ്റ് എനർജി നിങ്ങളുടെ ശരീരത്തിനുള്ളിലുണ്ട്. അതിനെ ഇങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു. ചുറ്റും ഇങ്ങനെ ഒരു വൈറ്റ് ഓറ നിങ്ങളുടെ ഓടിക്കളിക്കുന്നത് നിങ്ങൾ കാണുക. നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ആത്മതലവും മുകളിലേക്ക് ഉയർന്ന് ശരീരം ശ്വാസം എടുക്കുമ്പോൾ മെല്ലെ മുകളിലേക്ക് ഉയരുന്നത് കാണുക. മെല്ലെ ദീർഘമായി ശ്വാസം എടുക്കുക. ശരീരം മുകളിലേക്ക് പൊങ്ങി വരുന്നത് കാണുക. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആത്മാവിനെയാണ് നിങ്ങൾ ഉയർത്തിപ്പെടുന്നത്. നോക്കൂ, മുകളിലേക്ക് പൊങ്ങുന്നത്. അതാ ഇത്ര മനോഹരമായിട്ടാണ് ഞാൻ മുകളിലേക്ക് പൊങ്ങുന്നത്. ഒരു ഭാരമില്ലാതെ മുകളിലേക്ക് പൊങ്ങി അങ്ങോട്ട് അന്തരീക്ഷത്തിലേക്ക് അങ്ങോട്ട് വ്യാപിക്കുന്നതായിട്ട് ഷോൾഡർ ഉയർന്നു. എന്റെ തല മുകളിലേക്ക് ഉയർന്നു ഞാനങ്ങ് പറന്നു പോയത്. എത്രയധികം ആഹ്ലാദപരമായിട്ടാണ് എന്റെ അവസ്ഥ എന്ന് കാണും. എത്ര സന്തോഷവതിയാണ് ഞാൻ. ഈ ഒരു ചർച്ചയിലായിരിക്കണം ഞാൻ എപ്പോഴും നിലനിൽക്കേണ്ടതെന്ന് പ്രകൃതിനാഥ നിന്നോട് ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ എന്നിലേക്ക് ഇതാ തിരിച്ചു വരുന്നു. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. എന്റെ ഷോൾഡർ താങ്ങൂ. ഞാൻ ശരീരത്തിലേക്ക് തിരി, എന്തോ ഒരു ഭാരം എന്റെ ശരീരത്തിലേക്ക് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എത്ര മനോഹരം, എത്ര മനോഹരം.
കൈ രണ്ടും നന്നായിട്ട് പാമ്യം ചെയ്യുക, നന്നായിട്ട് പാമ്യം ചെയ്യുക. പാമ്യം ചെയ്തതിന് ശേഷം കണ്ണിന് മുകളിൽ വെക്കുക, മുഖം നന്നായി മസാജ് ചെയ്യുക, ചെവി അകവും പുറം മസാജ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കൈ രണ്ട് പാമ്യം ചെയ്യുക. പാമ്യം ചെയ്തതിന് ശേഷം കണ്ണിന് മുകളിൽ വെക്കുക, മുഖം മസാജ് ചെയ്യുക, കഴുത്ത് കൈകാലുകളെല്ലാം മസാജ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കൈ രണ്ട് പാമ്യം ചെയ്യുക. പാമ്യം ചെയ്തതിന് ശേഷം കണ്ണിന് മുകളിൽ വെക്കുക, മുഖം മസാജ് ചെയ്യുക, താടിക്ക് 3 ആഴ്ച സപ്പോർട്ട് കൊടുക്കുക. ശേഷം തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് മെല്ലെ കണ്ണുകൾ ബ്ലിങ്ക് ചെയ്ത് കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യാൻ മറക്കരുത്. ചിമ്മി കയ്യിലേക്ക് നോക്കി മെല്ലെ തുറക്കുക. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഗുഡ് ജേർണി. കണ്ടോ നിങ്ങള്? കണ്ടില്ലേ ആളെ? അതാണ് വേണ്ടത്. നഗരം കൈയടിച്ച്